മരങ്ങളുടെ പ്രാധാന്യം എന്ന് പറയുന്നത് വലുതാണ്. പക്ഷേ നമ്മുടെ വീടിന്, ഭവനത്തിന്, ജീവന് ഹാനികരമാകുന്ന രീതിയിലുള്ള മരങ്ങൾ അത് വെട്ടിമാറ്റിയേ പറ്റൂ. 2005 ഈ നിയമപ്രകാരം മരം വെട്ടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഓരോ ജില്ലകളിലുമുള്ള ട്രീ പ്രൊട്ടക്ഷൻ കമ്മിറ്റികളാണ്. പഞ്ചായത്ത് രാജ് ആക്ടിലും അതോടൊപ്പം തന്നെ കേരള മുനിസിപ്പാലിറ്റി ആക്ടിലും ഇതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക ചട്ടങ്ങൾ, പ്രത്യേക വകുപ്പുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വെട്ടിമാറ്റുന്നതിന് പഞ്ചായത്തിനുണ്ടാകുന്ന ചിലവ് നമ്മളിൽ നിന്ന് ഈടാക്കിയെടുക്കുവാൻ, ആരുടെ മരമാണോ അവരിൽ നിന്ന് ഈടാക്കിയെടുക്കുവാനും പഞ്ചായത്തിന്, മുനിസിപ്പാലിറ്റിക്ക് അധികാരമുണ്ട്. മഴക്കാലമാണ്, അപകടങ്ങൾ ഏറെ ഉണ്ടാകുന്ന കാലഘട്ടം. മരം വീണും അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് പൊതുനിരത്തിൽ നിൽക്കുന്ന മരങ്ങളാകാം, ചിലപ്പോൾ അയൽവക്കത്ത് നിൽക്കുന്ന മരങ്ങളാകാം. പെട്ടെന്ന് ഒരു ചുഴലിക്കാറ്റുണ്ടായി ഒരു മരം മറിഞ്ഞ് വീണാൽ, അല്ലെങ്കിൽ മരക്കൊമ്പ് ഒടിഞ്ഞ് വീണാൽ പറന്ന് നമ്മുടെ പെരപ്പുറത്തേക്ക് വീണ് കഴിഞ്ഞാൽ അത് മുൻകൂട്ടി കാണാൻ പറ്റുന്ന ഒന്നൊന്നല്ല. പക്ഷേ അപകടകരമായിട്ട് നിൽക്കുന്ന ചില മരങ്ങൾ കാണും. അത് പാതയോരങ്ങളിൽ കാണും, അയൽവക്കത്തെ വീട്ടിൽ കാണും. അത് ഒടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്, മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി നമുക്ക് അനുമാനിക്കാവുന്ന ചില സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ അപകടകരമായിട്ട് നിൽക്കുന്ന, ഭീതി ഉണർത്തുന്ന രീതിയിൽ നിൽക്കുന്ന മരങ്ങൾ, അവ വെട്ടിക്കളയണമെങ്കിൽ എന്തു ചെയ്യും? നമ്മുടെ വീട്ടുമുറ്റത്താണ് അത്തരം ഒരു മരം നിൽക്കുന്നതെങ്കിൽ ഒന്നും നോക്കാനില്ല, നമുക്ക് ആ മരം വെട്ടാം. പക്ഷേ മറ്റൊരാളുടെ പറമ്പിലാണ്, അല്ലെങ്കിൽ സർക്കാർ പറമ്പിലാണ് ഈ മരം നിൽക്കുന്നതെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യുവാൻ പറ്റും? അത് ആണ് ഇന്ന് ലീഗൽ പാത്ത് ചർച്ച ചെയ്യുക. നമുക്കറിയാം, മരം ഈ നാടിന് ആവശ്യമാണ്. പരിസ്ഥിതിയെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് മരങ്ങൾ ചെയ്യുന്ന, അല്ലെങ്കിൽ മരങ്ങളുടെ പ്രാധാന്യം എന്ന് പറയുന്നത് വലുതാണ്. പക്ഷേ നമ്മുടെ വീടിന്, ഭവനത്തിന്, ജീവന് ഹാനികരമാകുന്ന രീതിയിലുള്ള മരങ്ങൾ അത് വെട്ടിമാറ്റിയേ പറ്റൂ. ചില മരങ്ങൾക്ക് കേടുകളുണ്ടായിട്ട്, അല്ലെങ്കിൽ വളർച്ച മുരടിച്ചത് പൊതുനിരത്തുകളിൽ എപ്പം വേണമെങ്കിലും മറിഞ്ഞു വരാവുന്ന രീതിയിൽ നിൽക്കുന്നത് കാണാം. അതും വെട്ടിമാറ്റിയേ പറ്റൂ. പക്ഷേ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അയൽവക്കക്കാരൻ്റെ പറമ്പിൽ നിൽക്കുന്ന മരമോ, അല്ലെങ്കിൽ പൊതുനിരത്തിൽ നിൽക്കുന്ന മരങ്ങളോ, പൊതു സ്ഥലത്ത് നിൽക്കുന്ന മരങ്ങളോ വെട്ടുവാൻ സാധിക്കില്ല. അതിനൊക്കെ പ്രത്യേകമായിട്ടുള്ള നിയമങ്ങളുണ്ട്. പൊതുസ്ഥലത്ത് നിൽക്കുന്ന മരങ്ങൾ, അപകടകരമായ രീതിയിൽ നിൽക്കുന്ന മരങ്ങൾ, അത് പ്രത്യേകമായിട്ട് വെട്ടിമാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ നിയമം എന്ന് പറയുന്നത് 2005 കേരള സർക്കാർ ഉണ്ടാക്കിയ ഒരു നിയമമാണ്. ആ നിയമം എന്ന് പറയുന്നത് ട്രീ ഗ്രോത്ത് ഇൻ നോൺ ഫോറസ്റ്റ് ഏരിയാസ് ആക്ട് 2005 എന്നുള്ളതാണ്. 2005 ഈ നിയമപ്രകാരം മരം വെട്ടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഓരോ ജില്ലകളിലുമുള്ള ട്രീ പ്രൊട്ടക്ഷൻ കമ്മിറ്റികളാണ്. നമ്മൾ പൊതുസ്ഥലത്ത് നിൽക്കുന്ന ഒരു മരം അപകടകരമായ രീതിയിലാണ് നിൽക്കുന്നതെങ്കിൽ അത് വെട്ടിമാറ്റണമെങ്കിൽ നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത് ജില്ലാ പഞ്ചായത്തുകളോട് അനുബന്ധിച്ചുള്ള ഈ ട്രീ പ്രൊട്ടക്ഷൻ കമ്മിറ്റികൾക്കാണ്. നമ്മുടെ പഞ്ചായത്ത് മെമ്പർ മുഖേനയോ, പഞ്ചായത്തോ മുനിസിപ്പാലിറ്റി അധികാരികൾ മുഖേനയോ നമുക്ക് വേണമെങ്കിൽ ഈ ട്രീ പ്രൊട്ടക്ഷൻ കമ്മിറ്റിക്ക് അപേക്ഷ കൊടുക്കാം. ഇല്ലെങ്കിൽ നേരിട്ടാണെങ്കിലും അപേക്ഷ കൊടുക്കാം. ഈ ട്രീ പ്രൊട്ടക്ഷൻ കമ്മിറ്റിയിൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളുണ്ട്, ഫോറസ്റ്റ് വകുപ്പിൻ്റെ ആൾക്കാരുണ്ട്, വിവിധ പഞ്ചായത്തുകളുടെ അംഗങ്ങളുണ്ട്, ഓരോ വിഷയമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അവരിതിനെപ്പറ്റി പഠിച്ച് ഇത് വെട്ടേണ്ട സാഹചര്യമുണ്ടോ, അപകടകരമായ രീതിയിലാണോ, അതിൻ്റെ വിപണി വിലകൾ എന്താണ്, അത് നിർത്തേണ്ട ആവശ്യം എന്താണ്, ഇതെല്ലാം നോക്കി പഠിച്ച ശേഷമാണ് നമ്മൾക്ക് വെട്ടുവാനായിട്ട്, നമ്മൾക്ക് വേണമെങ്കിൽ നമുക്ക് വെട്ടാം, ഇല്ലെങ്കിൽ അവർ വെട്ടിത്തരും, അതിൻ്റെ കാര്യങ്ങൾ നടത്തുവാനായിട്ട് അനുവാദം തരിക. ഇത് പൊതുനിരത്തിൽ നിൽക്കുന്ന മരങ്ങളെ സംബന്ധിച്ചാണ്. ഇനി നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ഒരു മരം അയൽവക്കത്തെ വീടിന് ഖേദമായിട്ട്, ഹാനികരമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അവൻ മരം വെട്ടി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നാം എന്താണ് ചെയ്യേണ്ടത്? ആദ്യമേ അറിയുക, നമ്മുടെ മരം വീണ് അടുത്ത വീടിന് ഒരു പരുക്ക് പറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു തകർച്ച നേരിട്ട് കഴിഞ്ഞാൽ ആ നഷ്ടം കൊടുക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്വം നമ്മൾക്കുണ്ട്. അവർക്ക് സിവിൽ കോടതികൾ വഴി ആ നഷ്ടപരിഹാരം നമ്മൾ ഈടാക്കിയെടുക്കുവാൻ സാധിക്കും. ഇനി അല്ല, അയൽവക്കത്തെ മരമാണ് അപകടകരമായ രീതിയിൽ നിൽക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും?
നമുക്ക് മരം വെട്ടുന്നതിൽ രണ്ട് കാര്യങ്ങളാണ് അറിയേണ്ടത്. അപകടകരമായ രീതിയിലുള്ള മരങ്ങൾ, അല്ലെങ്കിൽ വേരുകൾ മറ്റും നമ്മുടെ പറമ്പിലേക്ക് വന്ന് നമ്മുടെ ചില അവകാശങ്ങളെ ഹനിക്കുന്ന തരത്തിലുള്ള മരങ്ങൾ. ഇതിന് രണ്ടിനും രണ്ട് തരത്തിലാണ് നിയമം വഴികൾ പറയുക. ഒന്ന്, അപകടകരമായ രീതിയിൽ നിൽക്കുന്ന മരമല്ല, പക്ഷേ നമ്മുടെ ചില അവകാശങ്ങളെ, അതായത് വേരുകൾ ഇങ്ങോട്ട് കടന്നു വരിക, മരം വീഴത്തില്ലെങ്കിലും അപകടമല്ലെങ്കിലും നമുക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ചില പ്രത്യേക അവകാശങ്ങളെ, സ്ഥിരമായിട്ട് വെട്ടം കിട്ടുന്ന അവകാശങ്ങളെ, അല്ലെങ്കിൽ വെള്ളമൊഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള യാത്രയെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ വരുന്ന മരങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സിവിൽ നിയമത്തിൻ്റെ പരിധിയിലാണ് വരിക. അതിന് മാൻഡേറ്ററി ഇഞ്ചക്ഷനാണ് പോകേണ്ടത്. ഇനി മറിച്ച് അപകടമുണ്ടാക്കുന്ന രീതിയിലുള്ള മരങ്ങളാണെങ്കിൽ രണ്ട് വിധത്തിൽ നമുക്ക് നിയമത്തെ സമീപിക്കാം. ഒന്നാമത്തെ രീതി എന്ന് പറയുക, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അത് പഞ്ചായത്താകാം മുനിസിപ്പാലിറ്റി ആകാം, അവിടുത്തെ സെക്രട്ടറിമാർക്ക് അപേക്ഷ കൊടുക്കുക എന്നുള്ളതാണ്. പഞ്ചായത്ത് രാജ് ആക്ടിലും അതോടൊപ്പം തന്നെ കേരള മുനിസിപ്പാലിറ്റി ആക്ടിലും ഇതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക ചട്ടങ്ങൾ, പ്രത്യേക വകുപ്പുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതനുസരിച്ച് പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൊടുക്കുമ്പോൾ അവർ അന്വേഷണം നടത്തി ഇത് ആവശ്യമുള്ളതാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ എതിർകക്ഷിക്ക് നോട്ടീസ് അയക്കുകയും പ്രൊഫഷണലായിട്ട് ഇത് വെട്ടണം എന്നൊരു നിർദ്ദേശം കൊടുക്കുകയും അവർക്ക് മറുപടി കൊടുക്കുവാനായിട്ടുള്ള അവസരം കൊടുക്കുകയും ചെയ്തു. അവരുടെ മറുപടിയും കൂടെ കേട്ട ശേഷം അത് വെട്ടേണ്ടതാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ വെട്ടുവാനായിട്ട് ഉത്തരവിടുവാനായിട്ടുള്ള അധികാരം പഞ്ചായത്തുകൾക്ക്, മുനിസിപ്പാലിറ്റികൾക്കുണ്ട്. ഇനി അത് വെട്ടിമാറ്റുന്നില്ല എങ്കിൽ പഞ്ചായത്ത് തല ട്രീ കമ്മിറ്റികൾ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ അത് വെട്ടിമാറ്റാനായിട്ട് പഞ്ചായത്തിന് അധികാരമുണ്ട്. അങ്ങനെ വെട്ടിമാറ്റുന്നതിന് പഞ്ചായത്തിനുണ്ടാകുന്ന ചിലവ് നമ്മിൽ നിന്ന് ഈടാക്കിയെടുക്കുവാൻ, ആരുടെ മരമാണോ അവരിൽ നിന്ന് ഈടാക്കിയെടുക്കുവാനും പഞ്ചായത്തിന്, മുനിസിപ്പാലിറ്റിക്ക് അധികാരമുണ്ട്. അത് നമ്മൾ കൊടുത്തില്ല എങ്കിൽ ജപ്തി നടപടികൾ, റവന്യൂ റിക്കവറി നടപടികൾ നമ്മുടെ വസ്തുവിൽ ചുമത്തുവാനായിട്ടും പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റിക്കും അധികാരമുണ്ട് എന്നറിയുക. അല്ല, മറ്റ് കുറച്ചുകൂടി ക്രിമിനലായ ഒഫൻസായിട്ട് ഇതിനെ കണ്ടുകൊണ്ട് സീരിയസ് ആയിട്ട് കുറച്ചുകൂടി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള മാർഗ്ഗമെന്ന് പറയുന്നത് BNSS പഴയ CRPCക്കകത്ത് BNS എന്ന പുതിയ ആക്ടിൻ്റെ അകത്ത് പറയുന്ന 152 വകുപ്പാണ്. അതനുസരിച്ച് RDO കോടതികൾ, അതായത് മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, കളക്ടറാണ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ന് പറയുക, അതിൻ്റെ ചുമതല വഹിക്കുന്നത് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റുകളായ RDOകളാണ്. അവരുടെ മുമ്പിൽ നമുക്ക് പരാതി കൊടുക്കുവാനായിട്ട് സാധിക്കും. അവരും ഇതുപോലെ തന്നെ അന്വേഷണം നടത്തി, വില്ലേജ് ഓഫീസർമാർ അന്വേഷണം നടത്തി ഇത് കാര്യമുള്ള പരാതിയാണോ അല്ലയോ എന്ന് നോക്കിയ ശേഷം അതിൽ കൃത്യമായിട്ട് എന്താണ് ചെയ്യേണ്ടത്, നടപടി ചെയ്യേണ്ടതെന്ന് വിലയിരുത്തിയ ശേഷം, തെളിവെടുത്ത ശേഷം, എതിർഭാഗത്തിന് നോട്ടീസ് അയച്ച ശേഷം വെട്ടണമെങ്കിൽ വെട്ടണം എന്ന് ഉത്തരവിടും. ആ ഉത്തരവിട്ട് നമ്മൾ പാലിച്ചില്ല എങ്കിൽ പോലീസ് മുഖേന നമുക്ക് നോട്ടീസ് വരികയും അത് നടപ്പിലാക്കുവാനായിട്ട് നമ്മളോട് നിർദ്ദേശിക്കുകയും ചെയ്യും. അതും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതും ആ വാക്കും നമ്മൾ എടുക്കാൻ തയ്യാറായി ഇല്ല എങ്കിൽ BNS നിയമപ്രകാരം പൊതു ഉത്തരവ് നടപ്പിലാക്കിയില്ല എന്ന 223 വകുപ്പ് പ്രകാരമായിട്ട് ഉള്ള 223 വകുപ്പ് പ്രകാരമായിട്ടുള്ള ശിക്ഷാ നടപടികൾ, കേസ് നമുക്ക് എടുക്കുവാനായിട്ട്, ശിക്ഷാ നടപടികളെന്ന് മാത്രമല്ല കേസ് നമുക്ക് എടുക്കുവാനായിട്ട് പോലീസിന് അധികാരമുണ്ട്. പോലീസിന് നേരിട്ട് നമുക്കെതിരെ 223 ഭാരതീയ ന്യായ സംഹിതയുടെ 223 വകുപ്പ് പ്രകാരം ഈ RDOയുടെ ഓർഡർ നമ്മൾ പാലിച്ചില്ല എങ്കിൽ നമുക്കെതിരെ കേസെടുക്കാം. 6 മാസം വരെ തടവ്, 2500 രൂപ പിഴ ശിക്ഷ വഹിക്കാവുന്ന കാര്യമാണ്. അതുകൂടാതെ ഇത് മരം വെട്ടുവാനായിട്ട്, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് നിർദ്ദേശം കൊടുത്തുകൊണ്ട് അതിന് വരുന്ന തുക നമ്മളിൽ നിന്ന് വസൂലാക്കുവാനായിട്ടും ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ അധികാരികൾക്ക് അധികാരമുണ്ട് എന്നറിയുക. നമുക്കറിയാം, മരമൊക്കെ ഒരു വരമാണ്. പക്ഷേ അപകടമുണ്ടാക്കുന്ന മരങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് വെട്ടിമാറ്റിയേ പറ്റൂ. ഇനി അപകടകരമല്ലാത്ത ഒരു മരം നമ്മുടെ അവകാശങ്ങളെ ഖനിക്കുന്നതാണെങ്കിൽ ഈ പറയുന്ന പോലെ, അല്ല ഞാൻ മുമ്പേ പറഞ്ഞ പോലെ സിവിൽ നിയമപ്രകാരമാണ് കോടതികളെ സമീപിക്കേണ്ടതും എന്നും അറിയുക. മരം സംരക്ഷിക്കണം. പക്ഷേ അപകടകരമായിട്ടുള്ള മരങ്ങൾ, അയൽവക്കത്തെ വീടിന് ഹാനികരമായിട്ടുള്ള, മറിഞ്ഞു വീഴുമെന്നുള്ള കേട് പിടിച്ചുള്ള മരങ്ങളൊക്കെ നാം തന്നെ വെട്ടിമാറ്റുക. ഇല്ലെങ്കിൽ അയൽവക്കക്കാരോ നാട്ടുകാരോ ഒക്കെ കേസിന് പോയെന്ന് വരാം. അന്നേരം കരഞ്ഞിട്ട് കാര്യമില്ല. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട.